കേരളത്തിൽ വളരെ ഐതിഹാസികമായ ഒരു വിജയം കൈവന്നിരിക്കുകയാണ് യു ഡി എഫിന്. അതിൽ പ്രധാനപ്പെട്ട കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അവർക്ക് 63 MLA-മാരുണ്ട്. ഇത്രയധികം MLA-മാർ വിമോചന സമരം കഴിഞ്ഞ് 1960 വന്നപ്പോഴാണ് കോൺഗ്രസ്സിനുണ്ടായത്. ഇപ്പോൾ ആരാണ് മുഖ്യമന്ത്രിയാവേണ്ടത് എന്ന ഒരു തർക്കം ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഒരു നിലവാരമില്ലായ്മ കാണിക്കുന്ന 3 പേരുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. 1 വി ഡി സതീശൻ, 2 രമേശ് ചെന്നിത്തല, 3 കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാൽ ഒരിക്കലും ആ ചർച്ചയിൽ വരാൻ പാടില്ലാത്തൊരാളാണ്. എന്താ കാരണം? ഹൈക്കമാൻഡാണ് ഇത് തീരുമാനിക്കേണ്ടതെന്നാണ് കോൺഗ്രസിൻ്റെ രീതി. കേരളത്തെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരാ? കെ സി വേണുഗോപാലാണ്. അദ്ദേഹം ACC ജനറൽ സെക്രട്ടറിയാണ്, MP ആണ്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പല പണിയെടുത്തിട്ടുള്ള പാർട്ടിയുടെ ചാർജുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. അതിലൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. വലിയ തമാശല്ലേ? അദ്ദേഹം 2024 ആലപ്പുഴയിൽ മത്സരിച്ച് MP ആയ ആളാണ്. അന്ന് അദ്ദേഹത്തിന് അറിയില്ലേ 2 കൊല്ലം കഴിഞ്ഞാൽ നിയമസഭ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കാമായിരുന്നല്ലോ. മാത്രമല്ല, ഇപ്പോൾ കെ സുധാകരൻ, അടൂർ പ്രകാശ്, MK രാഘവൻ തുടങ്ങിയുള്ള MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കണം എന്ന് താല്പര്യപ്പെട്ടപ്പോൾ മുടക്കിയ ഹൈക്കമാൻഡിൽപ്പെട്ട ആളാണ് വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹം മറ്റുള്ളവരുടെ ചാൻസ് നിഷേധിച്ചു അല്ലേ? അത് അധാർമികമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ ഇവരുടെ MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് മുഖ്യമന്ത്രിയായെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം നിയമസഭാ അംഗമല്ല. 6 മാസത്തിനകം അദ്ദേഹം നിയമസഭാ അംഗമായാൽ മതി. അപ്പോൾ എന്ത് വേണം? അദ്ദേഹം ലോക്സഭാ അംഗത്വം രാജിവെക്കണം. അപ്പോൾ ഒരാൾ അവിടേക്ക് മത്സരിക്കും. പിന്നെ ഇവിടുത്തെ ഇപ്പം ജയിച്ച ഒരു MLA രാജിവെക്കണം. എന്നിട്ട് ഇദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം കൊടുക്കണം. ആ മത്സരത്തിൽ അദ്ദേഹം തോറ്റാൽ ആര് സമാധാനം പറയും? കാരണം ഇത് ആലോചിക്കേണ്ട കാര്യം, കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് UDF-ൻ്റെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ചവരല്ല ഈ 103 MLA-മാർ. ആരാണ് അവർക്ക് വോട്ട് ചെയ്തത്? തീർച്ചയായിട്ടും കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയുള്ള UDF-ലെ ഘടകകക്ഷികളുടെ അനുയായികൾ വോട്ട് ചെയ്തു. അവരുടെ അനുയായികളല്ലാത്ത, അനുഭാവികളല്ലാത്ത പലരും വോട്ട് ചെയ്തു. കേരളത്തിൽ അങ്ങനെയുണ്ട്, നിഷ്പക്ഷ വോട്ടർമാരുണ്ട്. ഓരോ ഇലക്ഷനും മാറി മാറി വോട്ട് ചെയ്യുന്ന ആളുകൾ. പിന്നെ CPM-ൻ്റെ അണികൾ എത്രയെങ്കിലും അവർക്ക് വോട്ട് ചെയ്തു. എന്താ കാരണം? CPM-ൻ്റെ നേതാക്കന്മാരുടെ തെറ്റ്, സ്വന്തം LDF-ലെ നേതാക്കന്മാരുടെ തെറ്റ്, മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ തെറ്റ് തിരുത്താൻ വേണ്ടി ജനാധിപത്യ ബോധമുള്ള, മതേതര ബോധമുള്ള, ശരിയായ രാഷ്ട്രീയം തിരിയുന്ന അണികൾ, അനുയായികൾ, അനുഭാവികളൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പരിഹസിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വേണുഗോപാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ ഒരുപാട് വന്നത്. വേറെ ഒരു ഫേസ്ബുക്കിൽ കണ്ടൊരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം ആലപ്പുഴയിൽ ഇപ്പോൾ അദ്ദേഹം സ്ഥാനം രാജിവെച്ചു, അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം രാജിവെച്ചു. അപ്പോൾ ഒരാൾ എഴുതിയിരിക്കുകയാണ്, ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കിയിട്ട് ആലപ്പുഴയിൽ മത്സരിപ്പിച്ചാൽ അവർ ജയിക്കുമല്ലോ. ജയിക്കാനാണ് സാധ്യത. കാരണം എപ്പോഴും കരുതേണ്ടത്, ഇവിടെ ഇപ്പോൾ ഈ കോൺഗ്രസ്സിന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് മാത്രം കിട്ടിയതല്ല. കമ്മ്യൂണിസ്റ്റ് വിരോധം എന്ന് പറഞ്ഞാൽ LDF-ൻ്റെ CPM-നോടുള്ള വിരോധം, പിണറായിയോടുള്ള വിരോധം, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടും അദ്ദേഹത്തിൻ്റെ നയങ്ങളോടും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയോടും അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രതികരണങ്ങളോടൊക്കെയുള്ള പ്രതിഷേധം. ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ ഇവിടെ പരീക്ഷിച്ച് നോക്കാൻ വേറെ ഒരു കൂട്ടരപ്പുറത്തുണ്ട്, അത് BJP-യാണ്. അപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തത്, UDF-ന് വോട്ട് ചെയ്തത് കഷ്ടമായി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത്. പിന്നെ VD സതീശന് മുഖ്യമന്ത്രി ആവണം എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ കോൺഗ്രസ്സുകാരനല്ല, UDF-ൽ ആരുമല്ല, നാട്ടിലാരും ഒന്നുമില്ല. ഞാനൊരു പൗരനാണ്. ഞാനിവിടെ നീതി കൊടുക്കുന്ന ആളാണ്. എനിക്കിവിടെ വോട്ടുണ്ട്, ഇവിടെ റേഷൻ കാർഡുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരത്വമുള്ള ഒരാളാണ്.
എനിക്ക് ചില കാര്യങ്ങളെപ്പറ്റി അഭിപ്രായമുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഞാൻ ആരുമായിട്ടല്ല. എന്നെപ്പോലെ അനേക ലക്ഷം ആളുകൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? വളരെ ലളിതമാണ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് യു ഡി എഫിനെ കൊണ്ടു നടന്നത് സതീശനാണ്. സതീശൻ്റെ ചുമതലയാണത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം സഭയ്ക്കകത്തും പുറത്തും പോരാടി. പിന്നെ ഇതിനിടയ്ക്ക് ഈ തിരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ, ഇതിനു മുമ്പ് പല തിരഞ്ഞെടുപ്പും വന്നല്ലോ. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വന്നു, അപ്പോഴും യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടായി. ലോക്സഭ ഇലക്ഷൻ വന്നു, അപ്പോഴും വലിയ മുന്നേറ്റം ഉണ്ടായി. പിന്നെ ഈ തൃക്കാക്കരയിൽ, പാലക്കാട്ടൊക്കെ ഇടക്കാല തിരഞ്ഞെടുപ്പുണ്ടായി. അപ്പോഴൊക്കെ സതീശൻ്റെ നേതൃത്വമാണ് അതിനെ വിജയത്തിലെത്തിച്ചത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലാവണം എന്ന് തീരുമാനിച്ചത് സതീശനൊരു പങ്കുണ്ട്. അദ്ദേഹത്തെപ്പറ്റി മനുഷ്യന് കേൾക്കാനും പറയാനും കൊള്ളാത്ത പരാതികൾ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുകയും നടപടിയെടുക്കുകയും പുറത്താക്കുകയൊക്കെ ചെയ്തതിൽ സതീശന് കൃത്യമായ നിലപാടുണ്ട്. ഇതുപോലെ നിലമ്പൂരിൽ അന്നത്തെ MLA ശ്രീ PV അൻവർ രാജിവെച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അദ്ദേഹം മത്സരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് UDF വരണം, UDF പിന്തുണ വേണം. അത് പറ്റില്ല എന്നൊരു നിലപാടെടുത്തത് സതീശനാണ്. അപ്പോൾ അദ്ദേഹം അന്ന് അവിടെ തോറ്റു. പിന്നെ ബേപ്പൂർ വന്ന ബേപ്പൂരും തോറ്റു. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവല്ല, ആ തരത്തിൽ പരിഗണിക്കേണ്ട ഒരാളല്ല അൻവർ എന്നൊരു നിലപാട് ആർക്കുണ്ട്? സതീശനുണ്ട്. ഈ നിലപാടിനാണ് രാഷ്ട്രീയം എന്ന് പറയാം. ഇത്തരം നിലപാടുകൾക്ക് കിട്ടിയ പിന്തുണയാണ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത ഈ ജനസമ്മതി എന്നാണ് എൻ്റെ വിചാരം. ആളുകളുടെ മനസ്സിലുള്ള ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് സതീശനാണ്. രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും അദ്ദേഹം വളരെ സീനിയറായ ഒരു നേതാവാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണ്, 28-ാം വയസ്സിൽ തന്നെ MLA ആയി, 30-ാം വയസ്സിൽ മന്ത്രിയായി. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി, KPC പ്രസിഡൻ്റായി. ഇനി അദ്ദേഹത്തിന് കേരളത്തിൽ കിട്ടാൻ ബാക്കിയുള്ള ഒരു പദവി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ്. അദ്ദേഹത്തിന് ഞാൻ അർഹതയില്ല. ഇത് ആഭ്യന്തരത്തിലൊരു കാര്യം നാളാണ്, അർഹതയുണ്ട്. അദ്ദേഹത്തിൻ്റെ അർഹതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ അന്തരീക്ഷം ഉണ്ടാക്കിയത്, ഈ ആളുകളെ ഉശിരി പിടിപ്പിച്ചത്, ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുത്തത്, നേതൃത്വം കൊടുത്തത് സതീശനാണ്. ആ സതീശനിൽ അർപ്പിച്ച വിശ്വാസം കൂടിയാണ് ഈ വിജയത്തിൻ്റെ കാരണം. അപ്പോൾ ഇപ്പോഴത്തെ വിജയത്തിൻ്റെ മുഖ്യ ശില്പി, കഴിഞ്ഞ 5 കൊല്ലമായിട്ടുള്ള UDF പലതരം വിജയങ്ങളുടെ ശില്പി എന്ന് പറയുന്നത് സതീശനാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവർ തീരുമാനിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഓഹരി വെച്ചിട്ട് 2.5 കൊല്ലം കഴിഞ്ഞ് വേറൊരാൾക്ക്. അതിനൊന്നും ഇപ്പോൾ ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്.